ദൈവമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് റോജി ജേക്കബ്. എൻ്റെ വീട് കലവൂരാണ്. ഞാൻ ലിറ്റിൽ ഫ്ലവർ കലവൂർ ഇടവകാംഗം ആണ്. ഞാൻ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് യു കെയിലാണ്. ഞാൻ ബേസിക്കലി ഒരു ഫാർമസിസ്റ്റാണ്. അപ്പോൾ യു കെയിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് അനിവാര്യമാണ്. ഞാൻ 6 വട്ടം UETയും 1 വട്ടം IELTSഉം എഴുതി. പക്ഷേ ഈ 6 വട്ടവും എനിക്ക് ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അര മാർക്കിനൊക്കെയാണ് എൻ്റെ UET നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പം മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ഒത്തിരി സങ്കടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് 2022 ആദ്യമായിട്ട് ഞാനും എൻ്റെ വൈഫും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു നിയോഗമായിരുന്നു UET പാസ്സാകണമെന്നുള്ളത്. അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു വീട് വേണമെന്നുള്ളത്, യു കെയിലൊരു വീട് വേണമെന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം 2023 അതായത് ഒന്നാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കെൻ്റെ UET എക്സാം വളരെ നല്ല രീതിയിൽ എല്ലാത്തിനും ബാൻഡ് ബിയോടെ പാസ്സാകാൻ പറ്റി. അത് മാതാവിൻ്റെ തിരുക്കുമ്പാരൻ്റെയും വലിയൊരു അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഈ UET എക്സാം എഴുതുമ്പോഴത്തൊക്കെ ഞാൻ എൻ്റെ പോക്കറ്റിൽ കൃപാസന ഉപ്പ് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ, അതായത് ഇംഗ്ലീഷ് റീഡിങ് റൈറ്റിംഗ് ഒക്കെ കഴിയുമ്പം ഞാൻ ഉടമ്പടി ഉപ്പ് പോക്കറ്റിൽ നിന്ന് എടുത്ത് എൻ്റെ നാവിൽ ഇച്ചിരി ഇടാറുണ്ടായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ ഓരോ പേപ്പർ കൊടുക്കുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരയ്ക്കാറുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ UET റിസൾട്ട് എക്സാം എഴുതാൻ വരുന്ന കാൻഡിഡേറ്റ്സിനൊക്കെ ഞാൻ കൃപാസനത്തിലെ ഉപ്പും അതേപോലെ തന്നെ കാശ് രൂപമൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ബാൻഡ് ബിയോടെ എല്ലാം UET പാസ്സാകാൻ പറ്റി. പിന്നെ പ്രേക്ഷിത വില എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളെ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു. അതൊന്നും മുടക്കം വരാറില്ലായിരുന്നു. അതേപോലെ തന്നെ ഉടമ്പടി തൈലം പൂശി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കൃപാസനത്തിലൊരു സാക്ഷ്യത്തിൽ ഞാൻ കേൾക്കുകയുണ്ടായി. ആ പുള്ളിക്കാരി യു കെയിലായിരുന്നു. ആ ചേച്ചി ഇങ്ങനെ പ്രേക്ഷിത വേലയായിട്ട് ഫുഡ് ബാങ്കിലൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഫുഡൊക്കെ എങ്ങനെ കൊടുക്കണമെന്നുണ്ടായിരുന്നത്. പക്ഷേ അത് എങ്ങനെ കൊടുക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ സാക്ഷ്യത്തിൽ കൂടെയാണ് എനിക്ക് മനസ്സിലായത് യു കെയിൽ ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്, അങ്ങനെ വേണം നമ്മൾ ഫുഡ് കൊടുക്കാനെന്നുള്ളത്. അപ്പം അതേപോലെ ഫുഡ് ബാങ്കിനെ കുറിച്ച് ഒത്തിരി അന്വേഷിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ യു കെയിൽ തന്നെ സ്ഥിരം പോകുന്നൊരു പള്ളിയുണ്ട്, സെൻറ്റ് ആൻ്റണീസ് പള്ളി. അപ്പോൾ ആ പള്ളിയിൽ തന്നെ ഫുഡ് ബാങ്കിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഫുഡ് വേണമെങ്കിൽ നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ആഴ്ചയിൽ ഗ്രോസറി മേടിക്കുന്ന പോലെ തന്നെ ഈ ഫുഡ് ബാങ്കിലേക്ക് ഞങ്ങളൊരു നിശ്ചിത എമൗണ്ടിൽ ഫുഡ് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ പോകുന്ന ഈ സെൻറ്റ് ആൻ്റണി പള്ളിയിൽ ഇംഗ്ലീഷ് പത്രം ഒരു കെട്ടായിട്ട് അവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആർക്കും വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഭയങ്കര സങ്കടമൊക്കെ തോന്നി. അപ്പം ആരാണ് ഇങ്ങനെ കൃപാസനം പത്രം ഇവിടെ വെച്ചിട്ട് പോയതെന്ന്. അപ്പോൾ ഞങ്ങൾ ആ കൃപാസനം പത്രം എടുത്തിട്ട് ഓരോ വീട്ടിലും അതേപോലെ തന്നെ പള്ളിയിൽ വരുന്നവർക്കൊക്കെ കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇതൊരു സൗത്ത് ഇന്ത്യയിലൊരു മറീൻ റിട്രീറ്റ് സെൻ്ററാണ്. ഈ പത്രത്തിൽ മൊത്തം മാതാവിൻ്റെ ടെസ്റ്റിമണീസാണ്. അപ്പം കുറേ പേരുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു റിവ്യൂ ആണ്. ഐ മീൻ നമ്മൾ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫെയ്ത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ കഴിവതും എല്ലാവരെയും കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനിപ്പം യു കെയിൽ ഇപ്പോൾ കെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫാർമസിസ്റ്റ് ആണെങ്കിൽ പോലും ഫാർമസിസ്റ്റ് ആയിട്ടില്ല. അപ്പം കെയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡേയും നൈറ്റ് ഷിഫ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ നൈറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എല്ലാ ദിവസേന കുർബാനയ്ക്ക് പോയി പങ്കെടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും നടന്നുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പോകാറുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ നമുക്ക് ചില സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് കൂടാൻ പറ്റിയില്ല. അപ്പോൾ റിമൈനിങ് ആയിട്ട് കിടക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ നടന്നു പോകുമ്പോഴും അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. പിന്നെ എൻ്റെ കൊളീഗ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാനിങ്ങനെ യേശുവിനെക്കുറിച്ച് സംസാരിക്കുകയും കൃപാസനത്തിൽ അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളെന്നാ പള്ളിയിൽ പോയോ, ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോയോ, എന്താ പള്ളിയിൽ പോകാതിരുന്നത്? അങ്ങനെ നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവരും ഉത്ബോധിപ്പിക്കാറുണ്ട്, നമ്മൾ യേശുവായിട്ട് കൂടുതൽ അടുക്കണം, സംസാരിക്കണം എന്നൊക്കെയുള്ള കാര്യം. അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം എന്നിൽ തന്നെ പേഴ്സണലി ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു തുടക്കത്തിലൊക്കെ. പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഇതാവും. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടായി, മാതാവ് എൻ്റെ കൂടെയുണ്ട്, മാതാവ് ഉണ്ടായിട്ട് നീ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് തോന്നി തുടങ്ങും. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ കഴിവതും എൻ്റെ ദേഷ്യമൊക്കെ ഞാൻ മാറ്റി കഴിവതും സൗമ്യമായിട്ട് എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളും. മാതാവ് തന്ന ഇത്രയും കൂടിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.
ബാക്കി സാക്ഷി എൻ്റെ വൈഫ് പറയും. 2021 ഹസ്ബൻഡ് ഇംഗ്ലണ്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് കുറേ നാൾ ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കാതെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങളായിരുന്നു. പിന്നീട് ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി. പിന്നെ വിശ്വാസത്തിൽ എൻ്റെ വിശ്വാസം ഒത്തിരി പരീക്ഷിക്കപ്പെട്ട ഒരു സമയവും കൂടെ ആയിരുന്നു ആ സമയം. ഞാനാണെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് 3-3.5 ലക്ഷം രൂപ പഠിക്കാൻ വേണ്ടി തന്നെ ചിലവാക്കി. എന്നിട്ട് 3 വട്ടം എഴുതിയിട്ടും ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒത്തിരി വിഷമിച്ചു. പിന്നെ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ഒരു അഫ്ഗാനിസ്ഥാൻകാരനായിരുന്നു. എന്നാലും ഞാൻ കൃപാസനത്തിലെ ഉപ്പെടുത്ത് 4ാമത്തെ ടെസ്റ്റിന് പോയപ്പോൾ വണ്ടിയുടെ ഉള്ളിലും വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ടു. ടെസ്റ്റ് സെൻറ്ററിലും കൊണ്ടുപോയി കൃപാസനത്തിൻ്റെ ഉപ്പിട്ടു. അത് കഴിഞ്ഞ് എനിക്ക് എക്സാമിനറായിട്ട് എൻ്റെ കൂടെ കയറിയത് അവിടെ ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാമിനറായിരുന്നു. ഇപ്രാവശ്യവും എല്ലാ പ്രാവശ്യത്തേക്കാളും മോശമായിട്ടാണ് ഞാൻ ഓടിച്ചത്. അപ്പോൾ ഇപ്രാവശ്യവും കിട്ടത്തില്ലെന്ന് വിചാരിച്ച് വിഷമത്തോടെ ഞാൻ ഇരുന്നപ്പോൾ അവർ പാസ്സായെന്നും പറഞ്ഞ് എനിക്കതൊരു ഭയങ്കര അത്ഭുതവും മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. പാസ്സായെന്നും പറഞ്ഞ് എനിക്ക് ആ സമയത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി കിട്ടി. അതുപോലെ തന്നെ കുഞ്ഞ് UK ജനിച്ചത്. അപ്പോൾ ശരിക്കും എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് PR ഉണ്ട്. ഞാൻ പക്ഷേ കൊച്ചിന് സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള പേപ്പറൊക്കെ റെഡിയാക്കുമായിരുന്നു. സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ തവണ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴൊക്കെ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപമൊക്കെ ആയിട്ടാണ് ഹസ്ബൻഡും ഞാനും കൂടി ഇരുന്ന് ചെയ്തു. ആ സമയത്തൊന്നും ഞങ്ങൾക്കൊന്നും തോന്നില്ല. ഞങ്ങളെ ആപ്ലിക്കേഷൻ ഇട്ടു. 1,20,000 രൂപ ഫീസ്, അതിന് ആപ്ലിക്കേഷൻ ഫീസ് അടച്ചു. അപ്പോയിൻമെൻറ്റ് എടുക്കണമായിരുന്നു, അതും എടുത്തു. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം ഉടമ്പടിയിലൊക്കെ ഉള്ള എൻ്റെ വേറൊരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, എന്തായി കൊച്ചിൻ്റെ പേപ്പർ വർക്കൊക്കെ എന്തായെന്ന് ചോദിച്ചപ്പോഴാണ് ആ കൊച്ചാ പറഞ്ഞത്, ഇവൾക്ക് സിറ്റിസൺഷിപ്പിൻ്റെ ആവശ്യമില്ല, ഇവൾക്ക് അല്ലാതെ തന്നെ പാസ്പോർട്ട് കിട്ടും, അതിനൊരു 6,000 രൂപയുടെ ആവശ്യമുള്ളൂ. ഞാൻ 1,20,000 രൂപ അടച്ചുപോയി. ഇനി അപ്പം തന്നെ എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ കോള് കട്ട് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് ഇനി ഈ പൈസ തിരിച്ച് കിട്ടാൻ പറ്റിയ വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് വിഡ്രോ ചെയ്താലും റിജക്റ്റ് ആയാലും എന്തായാലും അടച്ച ഫീസ് തിരിച്ച് കിട്ടത്തില്ല എന്ന്. പെട്ടെന്ന് ഒത്തിരി വിഷമമായിപ്പോയി. പെട്ടെന്ന് എനിക്ക് മാതാവിനെ ഓർമ്മ വന്നു. അപ്പോൾ ഇതൊരു സാക്ഷ്യത്തിനുള്ളൊരു അവസരമാണെന്ന് ഓർമ്മ വന്നു. അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ സെർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എന്തൊക്കെയോ കുറേ റീഫണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വിസ അപ്പോയിൻമെൻറ്റിന് പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും വിഡ്രോ ചെയ്താലും പൈസ കിട്ടത്തില്ല. അപ്പോൾ ആ കൊച്ചിനെ എനിക്ക് തോന്നുന്ന മാതാവായിട്ട് അറേഞ്ച് ചെയ്ത് ആ ഉടമ്പടിയിലുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് അപ്പം തന്നെ ക്യാൻസൽ ചെയ്തു. അതിന് പോയില്ല. പിന്നെ അതിൻ്റെ പേപ്പറെല്ലാം നീക്കി, ഒരു അനക്കവും ഇല്ലായിരുന്നു. ഒത്തിരി വിളിച്ച് ഫോണൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ശരിക്കും ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ആ 1.5 ലക്ഷം രൂപ തിരിച്ച് കിട്ടി. അതിന് ഹസ്ബൻഡ് 20% പൈസ കൃപാസനത്തിലെ കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി കൊടുക്കാമെന്ന് നേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾ UK വീട് കിട്ടാൻ വേണ്ടി ഒത്തിരി വിഷമിച്ചിരുന്നു. 4 വർഷമായിട്ട് വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ സ്വരുക്കൂട്ടാൻ ശ്രമിക്കുകയും ഒരുപാട് കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പല രീതിയിൽ വീട് വാങ്ങാനുള്ള കാര്യങ്ങൾക്കായിട്ട് നടന്നു. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ ശേഷമാണ് ഞങ്ങൾ അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ഒരു മാതാവിൻ്റെ ഒരു കയ്യൊപ്പ് അതിനകത്തുണ്ട്. കാര്യം സെപ്റ്റംബർ 8 മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ കുർബാനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ പോയ ശേഷം ഞങ്ങൾ ഈ വീട് കാണാൻ വേണ്ടി വരുമ്പം 8 എന്നുള്ളൊരു നമ്പറിലുള്ള വീടാണ്. അത് ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിനടുത്തും പോകുന്ന പള്ളിയുടെ അടുത്തുമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അവിടെയൊക്കെ ഒരു വീട് ഞങ്ങൾ നോക്കുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ വീട് വളരെ അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ ഒരു ഇടപെടൽ ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ തന്നെ അതിൽ ഉപ്പിട്ടു. കാര്യം ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ശ്വാസം മുട്ട് വരുമായിരുന്നു. അപ്പോൾ നമുക്കിത് താമസയോഗ്യമായ ഒരു വീടാണെങ്കിൽ മാത്രം ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാതാവിൻ്റെ കൃപാസന ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ വീട് വാങ്ങാനായിട്ട് ദൈവ ഇടവരുത്തി. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യം 4 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. അതുപോലെ ഒരുപാട് എല്ലാ വട്ടവും നാട്ടിൽ വരുമ്പോൾ ഞങ്ങളിങ്ങനെ കാണിക്കും, പക്ഷേ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി പുതുക്കിയ ശേഷം ഇതിന് പല ടെസ്റ്റുകളും ചെയ്യുമ്പോഴും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിടുമെങ്കിലും
കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ലായിരുന്നു. എന്തായാലും മാതാവിൻ്റെ വളരെ ഒരു അനുഗ്രഹപ്രകാരം ഈ കുഞ്ഞും ഞങ്ങൾക്ക് ലഭിച്ചു. മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി അർപ്പിക്കുന്നു. ജെറമ്യ 29:11 കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. റോജി ജേക്കബ് ഇപ്പോൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് 6 പ്രാവശ്യം OET എഴുതി, അതുപോലെ തന്നെ 7ാമത്തെ അറ്റംപ്റ്റിന് മുമ്പ് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിച്ച് എക്സാം എഴുതി, അതുപോലെ ആ 7th അറ്റംപ്റ്റ് പാസ്സായി കിട്ടി. ചേട്ടൻ്റെ മെറിറ്റിലൂടെ അല്ല അത് എക്സാം പാസ്സായത്. അതുപോലെ തന്നെ ചേച്ചി ഇപ്പോൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തി 3 പ്രാവശ്യം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിട്ടും ടെസ്റ്റ് ഭയങ്കര ടഫായിരുന്നു. UK ഡ്രൈവിംഗ് ടെസ്റ്റാണ്. അതുപോലെ തന്നെ 4th അറ്റംപ്റ്റിലെ ടെസ്റ്റും ടഫായിട്ടും ചേച്ചി ഉടമ്പടി നേർച്ച വസ്തുവായി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ടെസ്റ്റും പാസ്സായി കിട്ടി. അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെ അവർക്ക് 4 വർഷമായിട്ട് ഒരു വീടിന് വേണ്ടി അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് ആ വീടിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ മാതാവിനോടൊരു അടയാളം ചോദിച്ചു. അതുപോലെ തന്നെ അടയാളം പോലെ സെപ്റ്റംബർ 8 മാതാവിൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെ 8 എന്ന നമ്പറുള്ള വീട് തന്നെ മാതാവ് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സാക്ഷ്യം ഉയർത്തിന് നമുക്ക് ഈശോയ്ക്കും മാതാവിനും കൈയടിച്ച് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.